നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നീ നിന്റെ നെഞ്ചിലിട്ട് കൊണ്ടു നടക്കുന്ന പ്രദേശങ്ങളുണ്ടല്ലോ, എന്റെ ഫാക്ടറി തൊഴിലാളികൾക്ക് കുഴിക്കക്കൂസ് കെട്ടിക്കൊടുക്കും ഞാൻ. ഇനി ഞാനൊരു വരവ് വരും, ഇവിടെയുള്ള സകലതും പിഴുതെറിയാൻ. നിനക്ക് പ്രിയപ്പെട്ടത് സകലതും വെട്ടിമാറ്റാം. ചടങ്ങ് കഴിയുന്നത് വരെ ഞാനിവിടെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ടുള്ള കാര്യം അറിയാലോ. ഹരിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലത്ത് നമ്മൾ കാണുന്നു. എടാ, ഇതെന്തൊക്കെയാ നടക്കുന്നേ? ഓരോരോ ചടങ്ങുകൾ. ചടങ്ങിന്റെ കാര്യമല്ല. അവളെന്തിനാ ഈ വീട്ടിനകത്ത് കയറിയത്? ആ സംയുക്ത ഞാൻ പറഞ്ഞില്ലേ, സ്നേഹം നടിച്ച് കൂടിയിരിക്കുക. അമ്മാവനാണെങ്കിൽ അവളുടെ പെരുമാറ്റം ഒന്നും തിരിച്ചറിയുന്നില്ല. വീണയാണെങ്കിൽ എന്റെ ഏത് ശത്രുവിനെ കിട്ടിയാലും സ്വീകരിക്കുമല്ലോ. ഇത് അപകടമാണ് ഹരി. എത്രയും പെട്ടെന്ന് ഇത് വിലക്കണം. വേണം. അതിനുള്ള മാർഗങ്ങളാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. കാട്ടുവള്ളി ചുറ്റുന്നത് പോലെ അവൾ ചുറ്റി പിടിച്ചിരിക്കുക. പടർന്നു കഴിഞ്ഞാൽ പിന്നെ നിലനിൽപ്പുണ്ടാവില്ല. അമ്മേ, നമുക്കൊന്ന് അമ്പലത്തിൽ പോയാലോ? എനിക്കറിയാം, അമ്മയ്ക്കിപ്പോ ഭഗവാനോട് പരാതി പറയാനുണ്ട്. എല്ലാം ഭംഗിയായിട്ട് അവസാനിപ്പിച്ചതിന് നന്ദിയും പറയാനുണ്ട്. അമ്മയുടെ സങ്കടമൊക്കെ മാറിയോ? അവൾ അങ്ങനെ ഇരുന്ന് കരയുന്നത് കണ്ടപ്പോ വിശ്വസിക്കാതെ പിന്നെങ്ങനെയാ മോളെ? അവള് തെറ്റൊന്നും ചെയ്യില്ലമ്മേ. അവള് അമ്മ പറയുന്ന വാക്കിന്റെ അർത്ഥവും ആഴമൊക്കെ മനസ്സിലാക്കുന്ന കുട്ടിയായിരിക്കും. ഇനി ഇതുപോലുള്ള ഏത് സിറ്റുവേഷനിൽ പോയാലും അവളുടെ മനസ്സിൽ അമ്മയുടെ മുഖമായിരിക്കും. ആശ്വസിപ്പിക്കാൻ നിന്നെ കഴിഞ്ഞിട്ടേ ആളുള്ളൂ. പിന്നെ അല്ലാതെ അമ്മ തളർന്നിരിക്കുന്നത് കണ്ട എനിക്ക് സഹിക്കാൻ പറ്റുമോ? അമ്മയുടെ മുഖത്തേക്ക് നോക്കുമ്പോഴാ എനിക്ക് ജീവിക്കാനുള്ള കൊതി തന്നെ ഉണ്ടാവുന്നത്. ജ്യോതി ഇപ്പോഴും കരച്ചിൽ നിർത്തിയിട്ടില്ല. അമ്മയെക്കുറിച്ച് തന്നെയാ അവൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പാവം, ഞാൻ ആശ്വസിപ്പിച്ചിട്ടാ പോകുന്നത്. നമുക്ക് അമ്പലത്തിലേക്ക് പോവാം മോളെ. ഇനിയുള്ളതെല്ലാം ദൈവത്തിന് കൊടുക്കാം. എന്നെണീറ്റ് വാ അമ്മേ. നമുക്കിതൊക്കെ മനസ്സിൽ നിന്ന് കഴുകി തുടച്ചങ്ങ് കളയാം. എന്നിട്ട് എന്റെ അമ്മയൊന്ന് ചിരിച്ചേ. എന്റെ തണല, അത് വാടാതെ നോക്കണ്ടേ ഞാൻ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.